കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. കല്യാണത്തിനായി യുവാവ് മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് സഹോദരൻ. വീട്ടിൽ കൊണ്ടുപോയി സോനയെ മർദ്ദിച്ചുവെന്നും ആരോപണം. പറവൂർ സ്വദേശി റമീസിനെതിരെ കേസെടുത്ത് പോലീസ്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനുമെതിരെ തുറന്നടിച്ച് ഡോക്ടർ ഹാരിസ് ചിറക്കൽ. സഹപ്രവർത്തകർ പിന്നിൽ നിന്ന് കുത്തുമെന്ന് കരുതിയില്ല. കീഴുദ്യോഗസ്ഥൻ എന്ന നിലയിൽ നേരിട്ട് ചോദ്യം ചെയ്യാമായിരുന്നിട്ടും തനിക്കെതിരെ വാർത്താസമ്മേളനം നടത്തിയത് ഞെട്ടിച്ചുവെന്നും ഡോക്ടർ ഹാരിസ്. കേരളം കൂടെ നിന്നപ്പോഴും ചില സഹപ്രവർത്തകർ ജയിലയക്കാൻ ശ്രമിച്ചുവെന്ന് KGM-CTA ഗ്രൂപ്പിൽ സന്ദേശം അയച്ചതിന് പിന്നാലെയാണ് ഹാരിസ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. ന്യൂസ് 18 ഫോളോ. ജാതിമാറ്റ തട്ടിപ്പിൽ സർക്കാർ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാക്കുന്നു. സംവരണം നേടിയെടുക്കാനുള്ള ജാതിമാറ്റം കൂടുതലും നെയ്യാറ്റിൻകര രൂപതയിൽ. ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള അവകാശം ഉദ്യോഗസ്ഥർക്ക് മാത്രമായി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ രൂപതാ നേതൃത്വം. വിവാദ സർക്കുലറുമായി ഗവർണർ. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാൻ VC-മാർക്ക് നിർദ്ദേശം. സെമിനാറുകൾ സംഘടിപ്പിക്കാനും വിഭജനത്തിന്റെ ഭീകരത തുറന്നു കാട്ടുന്ന നാടകങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശം. സർവകലാശാലകൾ ആക്ഷൻ പ്ലാൻ നൽകണമെന്നും ചാൻസലർ. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ മന്ത്രി V. ശിവൻകുട്ടി. വിഭജന ഭീതി ദിനമെന്ന് ആദ്യമായി കേൾക്കുകയാണ്. ഏതെങ്കിലും ദിനം ആചരിക്കാൻ നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും മന്ത്രി. ധർമ്മസ്ഥലയിൽ മലയാളി കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഡി ഗ്യാങ്ങിന്റെ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ പങ്കുവച്ച് കാഞ്ഞങ്ങാട് സ്വദേശി രഞ്ജിരാഗ് കരിന്തളവും ഭാര്യയും. ആക്രമണശ്രമം വർഷങ്ങൾക്ക് മുമ്പ് മധുവിധു ആഘോഷിക്കാൻ ധർമ്മസ്ഥലയിലെത്തിയപ്പോൾ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. 300 MPമാരെ പങ്കെടുപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് ഇന്ന് മാർച്ച്. 11:30 ആരംഭിക്കുന്ന മാർച്ചിൽ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകും. പാർലമെന്റിലും പ്രതിഷേധം തുടരും. തൃശൂരിലെ BJP വിജയം ക്രമക്കേട് കൊണ്ട് നേടിയതാണെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. 2019 വോട്ടർ പട്ടികയിൽ 62,318 വോട്ടിന്റെ വർധനവ് മാത്രമാണ് ഉണ്ടായതെങ്കിൽ 2024 1,46,656 ഉയർന്നു. ഇത് അസ്വാഭാവികതയുണ്ടെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. വോട്ടെടുപ്പിന് ഏതാനും മാസങ്ങൾ മുമ്പ് ഒഴിഞ്ഞ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വിലാസം ഉപയോഗിച്ച് BJP പേരുകൾ ചേർത്തെന്ന് KPCC നേതൃത്വം. തിരുവനന്തപുരം ഡൽഹി എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ ഇറക്കിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയെന്ന് KC വേണുഗോപാൽ. ലാൻഡിംഗ് സമയത്ത് റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നുവെന്ന് MP. ആരോപണം നിഷേധിച്ച് എയർ ഇന്ത്യ. വിമാനത്തിൽ ഉണ്ടായിരുന്നത് 5 MPമാർ ഉൾപ്പെടെ 160 യാത്രക്കാർ. ബലാത്സംഗ കേസിൽ റാപ്പർ വേടനായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി പോലീസ്. വേടൻ മുൻകൂർ ജാമ്യ അപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുള്ളതിനാൽ. കണ്ണൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. സിറ്റി അറയ്ക്കൽ മ്യൂസിയത്തിന് സമീപമുള്ള വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 4 ദിവസത്തോളം പഴക്കം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിക്ക് സമീപമുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. 4 പേരും വെന്റിലേറ്ററിലാണ്. ഒരാളെ രാത്രി അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വഴിയാത്രക്കാരായ ശ്രീപ്രിയ, ആഞ്ജനേയൻ, ഓട്ടോ ഡ്രൈവറായ സുരേന്ദ്രൻ, ഷാഫി എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടമുണ്ടാക്കിയ വട്ടിയൂർക്കാവ് സ്വദേശി വിഷ്ണുനാഥിനെതിരെ അന്വേഷണം തുടരുന്നു. ഇയാൾ ഡ്രൈവിംഗ് പരിശീലിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട്ടെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ പ്രതിയെ കണ്ടെത്താനാവാതെ പോലീസ്. മൊബൈൽ സിഗ്നൽ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിലും ഫലം കണ്ടില്ല. തടമ്പാട്ടുതാഴം സ്വദേശി പ്രമോദിനായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. 2 പേരുടെയും മരണം ശ്വാസം മുട്ടിയാണെന്ന്
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാന്ദ്ര തോമസ് നൽകിയ ഹർജികൾ ഇന്ന് എറണാകുളം ജില്ലാ സബ് കോടതി പരിഗണിക്കും. ബൈലോയ്ക്ക് വിരുദ്ധമായി വരണാധികാരിയെ നിയമിച്ചതിനെതിരെയും പത്രിക തള്ളിയതിനെതിരെയുമാണ് സാന്ദ്രയുടെ ഹർജികൾ. അനുകൂലമായ ഉത്തരവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ സാന്ദ്ര തോമസ്. ഒടുവിൽ അധിക്ഷേപ പോസ്റ്റുകളെല്ലാം പിൻവലിച്ചു വിനായകൻ. ഫേസ്ബുക്കിൽ നാളിതുവരെ പോസ്റ്റ് ചെയ്ത അധിക്ഷേപ പോസ്റ്റുകളെല്ലാമാണ് പിൻവലിച്ചത്. നേരത്തെ വിനായകനെ ബഹിഷ്കരിക്കുമെന്ന് മലയാളം പിന്നണി ഗായകരുടെ സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോസ്റ്റുകൾ നീക്കം ചെയ്തത്. എറണാകുളത്ത് വൻ കഞ്ചാവ് വേട്ട. 40 കിലോ കഞ്ചാവുമായി 2 പശ്ചിമ ബംഗാൾ സ്വദേശികൾ പിടിയിലായത് മൂർഷിദാബാദ് സ്വദേശികളായ സുരോജ്, രാജു എന്നിവർ. കഞ്ചാവ് എത്തിച്ചത് 3 ട്രോളി ബാഗുകളിലായി. പ്രതികളെ പിടികൂടിയത് കൊച്ചി ഡാൻസ് ഓഫ് ടീം. ഗാസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഇസ്രയേൽ ആക്രമണം. അൽ ജസീറയുടെ 2 റിപ്പോർട്ടർമാരും 3 ക്യാമറമാന്മാരും മരിച്ചു. മിസൈൽ ആക്രമണം നടത്തിയത് മാധ്യമപ്രവർത്തകർ താമസിച്ച ടെന്റിന് നേരെ. വധിച്ചത് ഹമാസ് പ്രവർത്തകരെയെന്ന് ഇസ്രയേൽ. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള സമാധാന ചർച്ചകളിൽ ഉക്രൈനെ കൂടി ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി സഖ്യകക്ഷികൾ. UK, ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, പോളണ്ട്, ഫിൻലൻഡ് എന്നിവർക്കൊപ്പം യൂറോപ്യൻ കമ്മീഷനും ഈ ആവശ്യം ഉന്നയിച്ചു. സംയുക്ത പ്രസ്താവനയിലാണ് ആവശ്യം. ഓഗസ്റ്റ് 15-നാണ് ട്രംപ് പുടിൻ കൂടിക്കാഴ്ച.